Hello, welcome to Learn Now. This is Danya. അപ്പം ഈ വീഡിയോ നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് ആൻഡ് റിപ്പയറിംഗ് ലാപ്ടോപ്സ് മോഡ്യൂൾ 7ലെ MCQ വീഡിയോ തേർഡ് പാർട്ടാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Question number 1. What is the first step you should take when troubleshooting a computer problem? Options: restart the computer, disconnect all peripherals, call technical support, check for error messages. ഓക്കെ, അപ്പം ഒരു കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് നമുക്കത് ട്രബിൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണ്? ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ജസ്റ്റ് റീസ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. ഓക്കെ. Question number 2. What does BSOD stands for in the context of computer errors? Computer errors in the context lo നോക്കുവാണെങ്കിൽ BSOD എന്നതിന്റെ full form എന്താണ്? Okay. Options: blue screen of death, bad sector on disk, broken software on drive, basic system overload. Answer is blue screen of death. Okay, blue screen of death ആണ് BSOD in the context of computer errors. Okay. Question number 3. If your computer is making unusual noises, what component might be failing? Options: keyboard, monitor, hard drive, CPU. നമ്മളുടെ സിസ്റ്റം അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും നോയ്സസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്തിൻ്റെ ഫെയിലിയർ ആണ് കാണിക്കുന്നത്? ഓക്കെ, ഇറ്റ്സ് എ ഫെയിലിയർ ഓഫ് ഹാർഡ് ഡ്രൈവ്. ഓക്കെ. Question number 4. What should you do if your computer is running slowly and responding slowly to commands? Options: upgrade the CPU, reinstall the operating system, close the unnecessary programs and process, replace the motherboard. Okay. അപ്പോൾ നമ്മുടെ സിസ്റ്റം സ്ലോ ആയിട്ട് റൺ ചെയ്യുന്നു, നമ്മളുടെ കമാൻഡ്സ് ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, സ്ലോ ആയിട്ടാണ് എല്ലാം റെസ്പോണ്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഓക്കെ, ആൻസർ ക്ലോസ് ദ അൺനെസസറി പ്രോഗ്രാംസ് ആൻഡ് പ്രോസസ്സസ്. അപ്പോൾ നമ്മുടെ അൺനെസറി ആയിട്ട് കിടക്കുന്ന പ്രോഗ്രാംസും പ്രോസസ്സും എല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം അത് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. Okay, next question number 5. If you receive a non-bootable device error message on startup, what should you check first? Okay, അപ്പോൾ നമുക്കൊരു non-bootable device error message നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്? ഓക്കെ, ഓപ്ഷൻസ്: മോണിറ്റർ കണക്ഷൻ, ഹാർഡ് ഡ്രൈവ് സ്റ്റാറ്റസ്, റാം മോഡ്യൂൾസ്, കീബോർഡ് ഫങ്ഷനാലിറ്റി. അപ്പോൾ ആൻസർ ഇസ് ഹാർഡ് ഡ്രൈവ് സ്റ്റാറ്റസ് ആണ്. ഓക്കെ, ഹാർഡ് ഡ്രൈവിൻ്റെ സ്റ്റാറ്റസ് ആണ് ആദ്യം ഒരു നോൺ ബൂട്ടബിൾ ഡിവൈസ് എറർ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. Question number 6. What is the purpose of Windows Task Manager in troubleshooting? അപ്പോൾ ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് വിൻഡോസ് ടാസ്ക് മാനേജറിൻ്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻസ്: ടു ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, to monitor system performance and terminate unresponsive applications, to scan for viruses, to defragment the hard drive. Answer: to monitor system performance and terminate unresponsive applications ആണ്. ഓക്കെ, അപ്പം വിൻഡോസ് ടാസ്ക് മാനേജറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, ഒപ്പം റെസ്പോണ്ട് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യാം. നമുക്ക് അപ്പോൾ ക്ലോസ് ചെയ്യാനൊന്നും പറ്റുന്നില്ലെങ്കിൽ നമുക്കത് വിൻഡോസ് ടാസ്ക് മാനേജർ എടുത്ത് നമുക്കത് ക്ലോസ് ചെയ്യാൻ, ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. Next question. What does defragmentation do for a hard drive? Hard drive le defragmentation എന്താണ് ചെയ്യുന്നത്? Options: remove viruses, increase storage capacity, reorganize data for faster access, recovers deleted files. Okay. Answer: reorganize data for faster access. Okay, reorganize data for faster access. ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റാനെ റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാഗ്മെന്റ്സ് ആക്കുന്നത് ഡീഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സേഫ് മോഡ് ഇൻ വിൻഡോസ് ട്രബിൾ ഷൂട്ടിംഗ്? അപ്പോൾ വിൻഡോസ് ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് സേഫ് മോഡിൻ്റെ പർപ്പസ് എന്താണ്? റണ്ണിങ് ഇൻ സേഫ് മോഡ്, ചില സമയത്ത് സേഫ് മോഡ് റണ്ണിങ് വരാറുണ്ട്, അപ്പോൾ അത് എന്താണത്? ഓക്കെ. Options: to run the computers at maximum performance, to test hardware components, to start Windows with a minimal set of drivers and services, to uninstall software. Okay, answer option C, to start Windows with minimal set of drivers and services. Okay. Next question:
If your computer shows distorted graphics or artifacts, what could be a potential issue? ഇപ്പം നമ്മളുടെ സിസ്റ്റം ഡിസ്റ്റോർട്ടഡ് ആയിട്ട്, അതായത് ഗ്രാഫിക്സ് ഒക്കെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്തായിരിക്കും? ഓപ്ഷൻസ്: മാൽവെയർ ഇൻഫെക്ഷൻ, ഓവർ ഹീറ്റിംഗ്, ഗ്രാഫിക്സ് കാർഡ് പ്രോബ്ലം, ലാക്ക് ഓഫ് റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗട്ട് ഇല്ലാതെ തന്നെ എഴുതാം ഗ്രാഫിക്സ് കാർഡ് പ്രോബ്ലം. ഓക്കെ, ആൻസർ ഇസ് ഗ്രാഫിക്സ് കാർഡ് പ്രോബ്ലം. ഡിസ്റ്റോർട്ടഡ് ഗ്രാഫിക്സ് ആൻഡ് ആർട്ടിഫാക്ട്സ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇഷ്യൂ എന്തായിരിക്കും? ഗ്രാഫിക്സ് കാർഡിനായിരിക്കും. ഓക്കെ, next question: what is the purpose of BIOS in a computer? Okay, options: to store software applications, to connect peripherals, to manage hardware and initialize the computer's hardware components, to access the internet. Okay, അപ്പം ബയോസ്, നമുക്ക് സിസ്റ്റം ബയോസ് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അത് ടു മാനേജ് ഹാർഡ്വെയർ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഹാർഡ്വെയർ കോമ്പണൻസ് എല്ലാം തന്നെ കമ്പ്യൂട്ടേഴ്സിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ടു മാനേജ് ഹാർഡ്വെയർ ആൻഡ് ഇനീഷ്യലൈസ് ദ കമ്പ്യൂട്ടേഴ്സ് ഹാർഡ്വെയർ കോമ്പണൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഷുഡ് യു ഡു if your computer is overheating? അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഓവർഹീറ്റിംഗ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? Place it in room temperature, increase the room temperature, clean dust from the cooling fans and ensure proper ventilation, run resource intensive applications. Answer: see, clean dust from the cooling fans and ensure proper ventilation. ഓക്കെ, ഇപ്പോൾ സിസ്റ്റം ഓവർ ഹീറ്റ് ആയി തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം കൂളിംഗ് ഫാൻസിലെ ഡസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം അതിന് വെന്റിലേഷൻ ക്ലിയർ ആക്കി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സിസ്റ്റം റീസ്റ്റോർ? ഓക്കെ, റീസ്റ്റോർ, സിസ്റ്റം റീസ്റ്റോർ ഇൻ വിൻഡോസ് ട്രബിൾ ഷൂട്ടിംഗ്. അപ്പോൾ വിൻഡോസ് ട്രബിൾ ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം റീസ്റ്റോറിൻ്റെ പർപ്പസ് എന്താണ്? Options: to delete system files, to restore the computer to factory settings, to undo system changes to previous state, to update device driver. Okay, answer is to undo system changes to previous state. Okay, ആണ് സിസ്റ്റം റീസ്റ്റോർ. അപ്പം സിസ്റ്റം മുന്നേ ഏത് സ്റ്റേറ്റിലാണ് ഉണ്ടായിരുന്നത് ആ സിസ്റ്റത്തിലേക്ക് ആ ചേഞ്ചസ് എല്ലാം അൺഡു ചെയ്യുന്നതാണ് റീസ്റ്റോറിൻ്റെ പർപ്പസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you on the next video. Bye.